നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് ലോകം. തിരുപ്പിറവി പ്രാർത്ഥനകൾക്കൊരുങ്ങി ദേവാലയങ്ങൾ. നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് ബിഷപ്പ്. വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്ക് പുറത്തു നിർത്തണമെന്ന് മുഖ്യമന്ത്രി. ഒടുവിൽ കോഴിക്കോട് DMO കസേര ഡോക്ടർ ആശാദേവിക്ക്. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം. ഡോക്ടർ N രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിയിൽ ഹാജരാകണമെന്ന് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. പാറശാലയിൽ ബൈക്കിടിച്ച് വയോധിക മരിച്ചു. കൊച്ചിയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. കണ്ണൂരിൽ ട്രെയിൻ അടിയിൽ കിടന്ന് അത്ഭുത രക്ഷപ്പെടൽ. പിന്നാലെ കേസെടുത്ത് റെയിൽവേ പോലീസ്. പാമ്പ് പേടി മാറാതെ സെക്രട്ടേറിയറ്റ്. പൊതുവിതരണ വകുപ്പ് ഓഫീസിലും ജലവിഭവ വകുപ്പിലും പാമ്പിനെ കണ്ടു. ഒരാഴ്ചക്കിടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ പാമ്പ് കയറുന്നത് 3ാം തവണ. ഭീതിയിൽ ജീവനക്കാർ. ക്ഷേമ പെൻഷൻ തട്ടി ജീവനക്കാർക്കെതിരെ നടപടി. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരിൽ നിന്ന് പലിശ സഹിതം പണം തിരിച്ചുപിടിക്കും. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ 3 ബാങ്ക് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തീരുമാനം ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. അല്ലു അർജുനെ വിടാതെ തെലങ്കാന പോലീസ്. 4 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പുഷ്പ 2 റിലീസിനിടെ യുവതി മരിച്ചത് അടുത്ത ദിവസമാണ് അറിഞ്ഞതെന്ന് താരം. സിനിമയ്ക്കെതിരെ പുതിയ പരാതിയുമായി കോൺഗ്രസ് നേതാവ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മെത്രാപ്പോലിത്ത യുഹനോൻ മിലിത്തിയോസ്. ക്രിസ്തുമസ് വിരുന്ന് നാടകമാണെന്നും ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണെന്നും യുഹനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിശദീകരണം. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ക്രിസ്തുമസ് നയതന്ത്രം തുടരുന്നതിനിടെയാണ് ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യുഹാനോൻ മിലിത്തിയോസ് വിമർശനവുമായി രംഗത്തു വന്നു. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു. ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച യുഹാനോൻ മിലിത്തിയോസ് വിമർശനം കടുപ്പിച്ചു. വിരുന്നു നാടകമാണ്, ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും പാലക്കാട്ടെ ആക്രമണങ്ങൾ പരാമർശിച്ച് യുഹാനോൻ മാർ മിലിത്തിയോസ് പ്രതികരിച്ചു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് 2 കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. നേരത്തെയും BJP നേതാക്കളുടെ അരമന സ്നേഹത്തെ യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചിട്ടുണ്ട്.
ഗോത്ര കലാപകാലത്ത് കന്യാസ്ത്രീകളെയും വൈദികരെയും നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴച്ചത് ക്രൈസ്തവർ മറക്കില്ല എന്നായിരുന്നു വിമർശനം. പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിലും രംഗത്തു വന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അവിടെ ഒരു മതത്തിനും ഒരു വിധത്തിലും തടസ്സം ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിന് നമുക്ക് നല്ല ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ കേട്ടിട്ടില്ല, കേട്ടാലും കണ്ടാലും ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. ഡൽഹിയിൽ CBCIയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ക്രൈസ്തവ സമൂഹത്തിൽ നൽകിയ അംഗീകാരമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ഭരണഘടന അനുസരിച്ച് എല്ലാ ജാതിക്കും മതത്തിനും തുല്യ അവകാശങ്ങളും തുല്യ സമത്വവുമുണ്ട്. അത് തുറന്നു കാട്ടുന്നതിനുള്ള അവസരമായിട്ടാണ് മോദി പരിപാടിയിൽ പങ്കെടുത്തതെന്നും അതിൽ നന്ദിയുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന സന്ദേശമാണ് മോദി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിസ്മസ് സന്ദേശത്തിലാണ് സംഘപരിവാർ ആക്രമണങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. മതങ്ങളെ മനുഷ്യത്വത്തിൻ്റെയും സഹോദരത്തിൻ്റെയും മനോഹരാവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വമാനവികതയാണ് നമ്മുടെ കരുത്ത്. അതിനെ ദുർബലപ്പെടുത്താൻ ചില വർഗീയ ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. പാലക്കാട്ടെ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പ്രതികരണവുമായി മാർ ആൻഡ്രൂസ് താഴത്ത്. മതേതര രാഷ്ട്രത്തിൽ ഏത് മതത്തിൻ്റെയും ആചാരങ്ങളെ ഹനിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടനയ്ക്കും മതേതരത്തിനും എതിരാണ്. അത് അംഗീകരിക്കാനാവില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വേദനകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മതേതര രാഷ്ട്രമായ ഭാരതത്തിൽ ഏത് മതത്തിൻ്റെ ആചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും ആരൊക്കെ ഹനിക്കുന്നുവോ അതൊക്കെ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിന് അതൊക്കെ എതിരാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നലെ മോദിജിയുമായിട്ടുള്ള സംഭാഷണത്തിൽ, പ്രത്യേകിച്ച് മോദിജിയുടെ അഡ്രസ്സിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ കൃത്യമായിട്ട് നമ്മുടെ വേദനകളും ആശങ്കകളും ഞാൻ പ്രധാനമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. ക്രിസ്മസിനൊരുങ്ങി ലോകം. നാളെ ക്രിസ്തുമസ്. തിരുവപ്പിറവി ആഘോഷങ്ങൾക്ക് ദേവാലയങ്ങൾ ഒരുങ്ങി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം ലൂർദ് ഫൊറാനോ പള്ളിയിൽ രാത്രി 10:30 കർദിനാൾ മാർ ജോർജ് കാവക്കാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുക്കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും നടക്കും. പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ പാതിരാ കുർബാനയ്ക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകും. ഉണ്ണിയേശു പിറന്ന കാലത്തൊഴുത്തും ആട്ടിടയന്മാരും കിരീടം വച്ച രാജാക്കന്മാരും കാഴ്ചക്കാർക്ക് അത്ഭുതമായി കൊച്ചി ഇടപ്പള്ളിയിൽ ഒരുങ്ങിയ ബെത്ലഹേം. പൊണേക്കര സ്വദേശി ജിബിയുടെ വീട്ടിലെ പുൽക്കൂട് ശ്രദ്ധേയമാവുകയാണ്. ഇടപ്പള്ളി പോണേക്കര ജിബിയുടെ വീട്ടിലെ ഒരു വാതിൽ തുറന്നാൽ എത്തുന്നത് ബെത്ലഹേമിലേക്കാണ്. യേശു പിറന്ന ബെത്ലഹേം മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ. കോവിഡ് കാലം ഉൾപ്പെടെ 3 വർഷം ഒഴിച്ചു നിർത്തിയാൽ ജിബി എല്ലാ വർഷവും പുൽക്കൂടൊരുക്കും. 7ാം ക്ലാസ് മുതൽ തുടങ്ങിയ കൗതുകമാണ് ഈ ക്രിസ്മസിനും മുടക്കം വന്നില്ല. സഹായത്തിനായി ഇപ്പോൾ മകനുമൊപ്പമുണ്ട്. പുൽക്കൂട് നമ്മൾ ഒരു 7ാം ക്ലാസ് മുതൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 18-20 വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഡെവലപ്പിലോട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 35 വർഷത്തിന് മേലായി ഇപ്പോൾ ഇതിൻ്റെ ഇത് ആരംഭിച്ചിട്ട്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. പിന്നെ 2 വർഷം ചെയ്തില്ല. ഒരു വർഷം കോവിഡ് വന്നുകൊണ്ടും പിന്നെ ഒരു വർഷം അമ്മ മരിച്ചുകൊണ്ടും ചെയ്തില്ല. ബാക്കി എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറ് കഴിഞ്ഞില്ല. ജിബിയുടെ വീട്ടിലെ 2ാം നിലയിൽ സ്വന്തമായി ഒരു തിയേറ്ററുമുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ആഗ്രഹമായി തുടങ്ങിയതാണ്.
കാൽപന്ത് കളിയോ സിനിമയോ എന്തുമാകട്ടെ, ഇടപ്പള്ളിക്കാർക്കിടയിൽ ജിബിയുടെ തിയേറ്റർ സൂപ്പർ ഹിറ്റാണ്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് DMO തർക്കത്തിന് ഒടുവിൽ പരിഹാരമായി. DMO ഡോക്ടർ ആശാദേവി എന്ന് ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചു. ഡോക്ടർ N. രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ഹാജരാകണം. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം നൽകി. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, രാവിലെ മുതൽ തുടങ്ങിയ തർക്കവും അനിശ്ചിതത്വവും രംഗങ്ങളും രസകരമായ രംഗങ്ങളുമൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു. നിർദ്ദേശം അംഗീകരിക്കാൻ തന്നെയാണോ രാജേന്ദ്രന്റെ തീരുമാനം? രഞ്ജിത്ത്, മോഹൻലാൽ ചിത്രമായ അയാൾ കഥ എഴുതുകയാണ് ഇന്നലെ തഹസീൽദാർമാർ തമ്മിലുള്ള തർക്കം പോലെയായിരുന്നു DMOമാർ തമ്മിലുള്ള അധികാര തർക്കം. നേരത്തെ തന്നെ സർക്കാർ ഉത്തരവ് ഇറക്കി ആശാദേവിയെ കോഴിക്കോട് DMO ആയി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ച മുമ്പ് അവർ ചുമതല ഏറ്റെടുക്കാൻ വന്നപ്പോൾ ചുമതല വിട്ടു നൽകിയെങ്കിലും കസേര വിട്ടു നൽകാൻ ഡോക്ടർ N. രാജേന്ദ്രൻ തയ്യാറായില്ല. അദ്ദേഹം ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും ഒരാഴ്ചത്തേക്ക് ഈ സ്ഥലം മാറ്റ ഉത്തരവിന് സ്റ്റേ നൽകുകയുമായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് അവർ ജോലിക്ക് പ്രവേശിക്കാതെ അവിടെ നിന്നും മടങ്ങി ഒരാഴ്ചത്തേക്ക് അവധിയിൽ പോയി. അതിനുശേഷം ഇന്നലെ മടങ്ങിയെത്തി. ഇന്നലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നൽകിയ ഒരാഴ്ചത്തെ സ്റ്റേ കാലാവധി നീട്ടിയിരുന്നു. ഇതിനുശേഷം ഈ സ്ഥലം മാറ്റപ്പെട്ട ആളുകളെ കേട്ട് ഉത്തരവിറക്കുന്നതിനായി സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആശാദേവി ഇന്ന് ഓഫീസിലെത്തിയത്. പക്ഷേ ഇന്ന് ഓഫീസിലെത്തിയെങ്കിലും ഡോക്ടർ രാജേന്ദ്രൻ നേരത്തെ തന്നെ എത്തി കസേരയിൽ ഇരുപ്പുറപ്പിക്കുകയായിരുന്നു, DMOയുടെ കസേരയിൽ. അതിന് തൊട്ടു മുമ്പുള്ള കസേരയിൽ ഉച്ചതിരിഞ്ഞവരെ ഡോക്ടർ ആശാദേവിയും ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പോലും പുറത്തേക്ക് പോകാതെയാണ് ഡോക്ടർ രാജേന്ദ്രൻ ആ കസേരയിൽ ഇരുപ്പുറപ്പിച്ചത്. സംഭവം വിവാദമായതോടെ ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെടുകയും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുടെ ചുവട് പിടിച്ച് ഈ ആശാദേവിയെ കോഴിക്കോട് DMO ആയി നിയമിക്കുകയും തിരുവനന്തപുരത്തേക്ക് ഡോക്ടർ പഴയ DMO അദ്ദേഹത്തെ ഡോക്ടർ രാജേന്ദ്രനെ മാറ്റുകയുമായിരുന്നു. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സർക്കാരിനെതിരെ വിമർശനവുമുണ്ട്. കാരണം ഈ സ്ഥലം മാറ്റപ്പെടുന്നവരെ കേൾക്കാതെയാണ്, ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തതെന്ന വിമർശനമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ആളുകളെ കേൾക്കുന്നതിനുള്ള തീരുമാനവും DHS എടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. പൊതുവിതരണ വകുപ്പിന്റെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഇന്ന് രാവിലെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. പിന്നാലെ ജലവിഭവ വകുപ്പിലും പാമ്പിനെ കണ്ടെത്തി. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കാണുന്നത്. പരിഭ്രാന്തരായ ജീവനക്കാർ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തെ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എത്തിയ ജീവനക്കാർ പാമ്പിനെ അഴിച്ചുകൊന്നു. പൈതൃക സംരക്ഷണ കെട്ടിടമായ പഴയ നിയമസഭാ മന്ദിരത്തിലാണ് ഈ ഓഫീസ്. ഉച്ചയ്ക്ക് 3:15 രണ്ടാമത്തെ പാമ്പിനെ കണ്ടത്. ഹൗസ് കീപ്പിംഗ് വിഭാഗമെത്തി അരമണിക്കൂർ ശ്രമത്തിനൊടുവിൽ പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. തിരുവനന്തപുരം പാറശാലയിൽ ബൈക്കിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഉദയൻകുളങ്ങര സ്വദേശിയായ പാറുക്കുട്ടി അമ്മയാണ് മരിച്ചത്. ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ അമരവിള ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് തട്ടിയാണ് മരണം ഉണ്ടായത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം പാറശാല ദേശീയപാതയിൽ ലോറി കയറിയിറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ഉണ്ടായി. കളിയിക്കാവിള പനങ്കാല സ്വദേശി വിജയനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പാറശാല കാരാളിക്ക് സമീപമായിരുന്നു സംഭവം. ഇരുവാഹനങ്ങളും ഒരേ ദിശയിൽ പോകുന്നതിനിടെ ലോറി ബൈക്കിൽ തട്ടി. ഇതോടെ നിയന്ത്രണം വിട്ട് നിലത്ത് വീണ വിജയന്റെ ശരീരത്തിൽ അതേ ലോറി കയറിയിറങ്ങുകയായിരുന്നു. മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് പുതുപ്പാടിയിൽ സ്കൂട്ടർ യാത്രയ്ക്കിടെ ഷോൾ കഴുത്തിൽ കുരുങ്ങി യുവതി മരിച്ചു. വെസ്റ്റ് കല്ലടിക്കുന്നിന്മേൽ സുധയാണ് മരിച്ചത്. യാത്രയ്ക്കിടെ ഷോള് കഴുത്തിൽ കുരുങ്ങി തെറിച്ചു വീഴുകയായിരുന്നു. വെസ്റ്റ് കൈതപ്പോയിൽ പഴയ ചെക്ക് പോസ്റ്റിന് സമീപത്ത് ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. ചിറ്റൂർ സ്വദേശി ജ്യോതിഷിൻ്റെ കാറാണ് കത്തിയത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ജ്യോതിഷ് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. വർക്ക്ഷോപ്പിൽ നിന്നും തകരാർ പരിഹരിച്ച് തിരികെ കൊണ്ടുവന്ന വാഹനമാണ് കത്തിയത്. കാർ കത്തുന്നത് കണ്ട് അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് പോലീസിനെയും അഗ്നിശമന സേനയെയും അറിയിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത്.
കൊച്ചിയിൽ 2 വർഷത്തിനു ശേഷം വാത്തുരുത്തിയിൽ ഹാർബർ ലൈനിലൂടെ കടത്തിവിട്ട ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം. അതിഥിത്തൊഴിലാളിയായ UP സ്വദേശി കമലേഷാണ് മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി എത്തിയ ആഡംബര വിനോദസഞ്ചാര ട്രെയിൻ ഗോൾഡൻ ചാരിയറ്റാണ് ഇടിച്ചത്. ട്രെയിൻ വരുന്നത് അറിയാതെ പാളത്തിലിരിക്കുകയായിരുന്നു കമലേഷ്. കണ്ണൂരിൽ ട്രെയിനടിയിൽ കിടന്നയാൾക്കെതിരെ കേസ്. അനധികൃതമായി റെയിൽവേ പാളത്തിലൂടെ നടന്നതിന് കണ്ണൂർ പന്നേൻപാറ സ്വദേശി പവിത്രനെതിരെയാണ് RPF കേസെടുത്തത്. ട്രെയിൻ കടന്നു പോകുമ്പോൾ പാളത്തിൽ കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പാളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കെ ട്രെയിൻ വന്നപ്പോൾ കിടന്നുവെന്നാണ് പവിത്രൻ്റെ മൊഴി. ഇടവേള. വനനിയമ ഭേദഗതിയിൽ മാറ്റത്തിലൊരുങ്ങിയ വനംവകുപ്പ്. എതിർപ്പുയർന്ന വ്യവസ്ഥകളിൽ തിരുത്ത് സർക്കാർ പരിഗണനയിലാണ്. 31 തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്തും. ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്നേക്കില്ല. രാഷ്ട്രീയ സാഹചര്യത്തിലെ അപകടം തിരിച്ചറിഞ്ഞാണ് സർക്കാർ നീക്കം. നിലവിലെ രൂപത്തിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി അത് മാറിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുപാട് അകലെയല്ല. കത്തോലിക്ക സഭയെയും മലയോര ജനതയെയും പിണക്കുന്നത് ഭൂഷണമല്ലെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടുത്ത നിലപാടും പരിഗണിക്കാതെ പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് വനനിയമ ഭേദഗതി ബില്ലിൽ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാൻ സർക്കാരും CPM-ഉം ആലോചിക്കുന്നത്. നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ CPI-യും ഇടഞ്ഞേക്കും. എതിർപ്പുയർന്ന കരട് ബില്ലിലെ ഭാഗങ്ങൾ ഒഴിവാക്കാൻ ഇതുകൊണ്ടുകൂടിയാണ് ആലോചിക്കുന്നത്. കൃഷിഭൂമികൾ ബഫർ സോണായി മാറുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകളും ഒഴിവാക്കും. വാറന്റില്ലാതെ അറസ്റ്റിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കരട് ബില്ലിലുള്ളത്. UDF സാഹചര്യം മുതലെടുത്തേക്കുമെന്ന രാഷ്ട്രീയ കരുതലും CPM-നുണ്ട്. 31-ന് പബ്ലിക് ഹിയറിംഗ് ഉണ്ട്. എന്നാൽ തുടർന്നും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുമോ എന്നത് വ്യക്തമല്ല. ജനുവരിയിലെ നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരാനും സാധ്യതയില്ല. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് മറികടന്ന് കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവം. KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പുരോഗമിക്കുന്നത്. ചെന്നിത്തലയുടെയും AK ആന്റണിയുടെയും വസതികളിൽ K സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യവും പുനഃസംഘടന തന്നെയാണെന്നാണ് സൂചന. പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാതെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ബൂത്ത് തലം മുതൽ പാർട്ടിയെ സജീവമാക്കാനാവില്ലെന്ന വിലയിരുത്തലിലാണ് തിരക്കിട്ട നീക്കങ്ങൾ. എന്നാൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് വിവാദങ്ങൾക്ക് വഴിവെക്കാതെ രഹസ്യ ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ മുതിർന്ന നേതാക്കളുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. AK ആന്റണിയും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന അഭിപ്രായത്തിലാണ്. അതേസമയം KPCC അധ്യക്ഷനെ നിലനിർത്തിക്കൊണ്ട് പുനഃസംഘടന നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും അയഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കി KPCC DCC പുനഃസംഘടനാ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് K സുധാകരന്റെ ശ്രമം. തൃശൂർ DCC-യിൽ പുനഃസംഘടന വൈകിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ AI ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. NSS-ഉം SNDP-യും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുനഃസംഘടനയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ചെന്നിത്തല അനുകൂലികളും നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 373 ജീവനക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിലേറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. പേര് സഹിതമാണ് 373 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. അറ്റൻഡർമാർ, ക്ലർക്കുമാർ, നഴ്സിംഗ് അസിസ്റ്റൻസ് തുടങ്ങിയവരാണ് പട്ടികയിൽ. ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. പിഴയോടുകൂടി പണം തിരിച്ചു പിടിക്കും. ഇവർക്കെതിരെ വകുപ്പ് തല നടപടി വൈകാതെ ഉണ്ടാകും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുഭരണ വകുപ്പുമാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത്.
അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് പെൻഷൻ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. 18% പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കേണ്ടത്. 22,600 രൂപ മുതൽ 86,000 രൂപ വരെ ഇവർ തിരിച്ചടയ്ക്കേണ്ടി വരും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. അതേസമയം സാബു തോമസിന്റെ ആത്മഹത്യ നടന്ന് 5 ദിവസം പിന്നിട്ടിട്ടും കേസിൽ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തയ്യാറായിട്ടില്ല. തൃക്കാക്കര KMM കോളേജിലെ NCC കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നടന്ന സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ഇന്നലെയാണ് NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ പങ്കെടുത്ത 80ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ രക്ഷിതാക്കൾക്ക് KMM കോളേജിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇതോടെ രാത്രി 11 മണിക്ക് രക്ഷിതാക്കളും നാട്ടുകാരും കോളേജിന്റെ ഗേറ്റ് തകർത്ത് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചു. ഇതിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേർ പ്രതികളാണ്. നിയമവിരുദ്ധമായി കൂട്ടം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് അന്വേഷിക്കാൻ ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു. ക്യാമ്പിൽ ഇന്നും പരിശോധന തുടരാൻ തൃക്കാക്കര നഗരസഭയ്ക്കും ആരോഗ്യ വിഭാഗത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് അയച്ച ഭക്ഷണ സാമ്പിളിന്റെ ഫലം ഉടൻ ലഭിക്കും. ന്യൂസ് 18 കൊച്ചി. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കോടതി ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘത്തിന് മുൻപ് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻസിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് പ്രത്യേക സംഘം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയാണ് കേസ്. മുനമ്പം ഭൂമി തർക്കത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം ഭൂസംരക്ഷണ സമിതി. കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതായും കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ക്രിസ്മസ് ദിനമായ നാളെ മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ വീതം നിരാഹാര സമരം ഇരിക്കും. സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കാനിരിക്കെയാണ് കാക്കനാട്ടെ കമ്മീഷൻ ഓഫീസിൽ നിർണായക കൂടിക്കാഴ്ച നടന്നത്. മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കൾക്കൊപ്പം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കോട്ടപ്പുറം വികാരി ജനറൽ റോക്കി റോബിനും പങ്കെടുത്തു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിച്ചെന്നും കമ്മീഷന്റെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. പ്രധാന കക്ഷികളെല്ലാം രേഖാമൂലം വാദങ്ങൾ എഴുതി നൽകിയെന്ന കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ. വഖഫ് ബോർഡിന്റെ വിശദീകരണമാണ് ഇനി ലഭിക്കാനുള്ളത്. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഇനി വഖഫ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യകക്ഷി തരാനുള്ള. വഖഫ് ബോർഡിൻ്റെ ലോയർ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു താമസിയാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണേലും ഒരു 10 ദിവസത്തിനകം എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിംഗ് കളക്ടറേറ്റിൽ വെക്കാതിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും, അഭിഭാഷകരൊക്കെ വരും, നിയമവശങ്ങളെല്ലാം ആർഗ്യ ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നു കൊടുക്കാൻ സാധിക്കും. ക്രിസ്മസ് ദിനമായ നാളെ രാവിലെ 10 മണി മുതൽ മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം നിരാഹാരമിരിക്കും. ന്യൂസ് 18 കൊച്ചി.
അല്ലു അർജുനെ 4 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഡിസംബർ 4-ന് പുഷ്പ 2 പ്രീമിയറിനിടെ സന്ധ്യാ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിലാണ് ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ ചോദ്യം ചെയ്തത്. യുവതി മരിച്ച വിവരം അടുത്ത ദിവസമാണ് അറിഞ്ഞതെന്നാണ് നടൻ മറുപടി നൽകിയത്. രാവിലെ 11 മണിയോടെ അച്ഛൻ അല്ലു അരവിന്ദനും അഭിഭാഷകനും ഒപ്പമാണ് എത്തിയത്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. BJPയും കോൺഗ്രസും രണ്ടു ചേരി നിൽക്കുന്നു. അല്ലുവിനെതിരായി ഇന്ന് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പുണ്ടാകുമെന്ന് കരുതിയിരുന്നു. മറ്റെന്തൊക്കെ സംഭവങ്ങളാണ് ഇന്നുണ്ടായത്? രഞ്ജിത്ത്, ഇന്ന് 4 മണിക്കൂർ, ഏകദേശം 3.25 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ. 11 മണി മുതൽ 2:45 വരെയായിരുന്നു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. അല്ലു അർജുൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അല്ലു അരവിന്ദനും അഭിഭാഷക സംഘത്തിനുമൊപ്പമാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. പോലീസുകാരുടെ പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല. പക്ഷേ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ പറയുന്നത് പൂർണ്ണമായും സഹകരിച്ചു എന്നാണ്. അല്ലു അർജുൻ പറയുന്നത് താൻ തിയേറ്ററിൽ വെച്ച് യുവതി മരിച്ച വിവരം അറിഞ്ഞിരുന്നില്ല, പിറ്റേ ദിവസം മാത്രമാണ് യുവതി മരിച്ച വിവരം അറിഞ്ഞത് എന്നുള്ളത് ആവർത്തിക്കുകയാണ്. എന്നാൽ പോലീസ് ഈ സമയത്ത് അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നതും അല്ലു അർജുൻ്റെ ബൗൺസേഴ്സ് ആളുകളെ തള്ളിമാറ്റുന്നതും ഈ യുവതി മരിച്ച വിവരം പോലീസുകാർ തന്നെ വന്ന് അല്ലു അർജുനെ അറിയിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കാണിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. നടൻ അടുത്ത ദിവസം മാത്രമാണ് താൻ മരണവിവരം അറിഞ്ഞത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രധാനമായും പോലീസ് ചോദ്യം ഉന്നയിച്ചത് ഇവിടേക്ക് വരരുത്, ഈ തരത്തിലേക്ക് വരരുതെന്ന് പോലീസ് നേരത്തെ അറിയിച്ച വിവരം അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു എന്നുള്ള വിവരം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിനൊപ്പം 40 മുതൽ 50 അംഗങ്ങൾ വരെയുള്ള ഒരു ബൗൺസേഴ്സിൻ്റെ സംഘമുണ്ടായിരുന്നു. ഈ ബൗൺസേഴ്സ് ആളുകളെ, ആരാധകരെ കൈകാര്യം ചെയ്യുന്ന വിഷയം താങ്കൾ അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ അപകടമുണ്ടായ ശേഷം അടിയന്തരമായി തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പോകണമെന്നും ആളുകൾ കാണാതെ വേണം പോകേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ട് എന്തുകൊണ്ട് അത് അനുസരിച്ചില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷേ ഇവിടെയെല്ലാം അല്ലു അർജുൻ ഒരു കാരണവശാലും താൻ ആ ദിവസം ഇങ്ങനെ ഒരു അപകടമുണ്ടായത് അറിഞ്ഞില്ല, അടുത്ത ദിവസം വാർത്തകളിൽ നിന്ന് മാത്രമാണ് താൻ അറിഞ്ഞത് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഏകദേശം 3.25 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. എന്നാൽ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ നൽകുന്നത് എല്ലാ ചോദ്യത്തിലോടും പൂർണ്ണമായും അല്ലു അർജുൻ സഹകരിച്ചു, എല്ലാ മറുപടികളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉയരുകയാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പോലീസിനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ദൃശ്യങ്ങളുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി കൂടി സിനിമയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ അല്ലു അർജുൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇനിയും അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇത് തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായി മാറി. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവൻ 56,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5860, പവന് 46,880. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.